ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഡയമണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡാഷ് ക്യാമറയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഡാഷ് ക്യാമറക്ക്. കാരണം വേറെ ആരെങ്കിലും ചെയ്തൊരു മിസ്റ്റേക്കിന് നമ്മൾ ലാസ്റ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊരു സേഫ്റ്റി സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനമാണ് ഈ ഡാഷ് ക്യാമറ. അപ്പം നിർബന്ധമായിട്ടും എല്ലാ വണ്ടിയിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു സാധനമാണ്. ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും എല്ലാത്തിൻ്റെ അകത്തും നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ഡാഷ് ക്യാമറ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 10,000 ഒരു ഡാഷ് ക്യാമാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പല റേറ്റിൽ നമുക്കിപ്പോൾ ഡാഷ് ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ ലോ റേറ്റിൽ നോക്കാണ്ട് അത്യാവശ്യം ഒരു നല്ല റേറ്റിലുള്ളത് തന്നെ വാങ്ങാൻ നോക്കുക. നമ്മളിപ്പോൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഒരു 10,000 റേഞ്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. മുന്നിൽ 4K ആണ് ക്യാമറ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ക്യാമറ നമുക്ക് അതേപോലെ തന്നെ അതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, നൈറ്റ് വിഷനും അതേപോലെ തന്നെ ഡേ വിഷനും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഡാഷ് ക്യാമറ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫ്രണ്ട് വ്യൂ ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ റെക്കോർഡിങ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ കാണാം, ഇപ്പോൾ 47 സെക്കൻഡായി ഇപ്പോൾ റെക്കോർഡിങ്. ഫ്രണ്ടും ബാക്കും നമുക്ക് റെക്കോർഡ് ആവുന്നുണ്ട് ഇപ്പം. അപ്പോൾ നമുക്കിതൊരു ആപ്പ് ഉണ്ട്. ആപ്പ് വഴി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ക്യാമറ വരുന്നത്. ഇതിൻ്റെ പേര് വരുന്നതെന്ന് വെച്ചാൽ ഡയമണ്ടിൻ്റെ Q9 Pro എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കും ഇതേപോലത്തെ കാണിച്ചു തരാം. ഇതാണ് ബാക്കിലുള്ള ക്യാമറ വരുന്നത്. ഇതാണ് ബാക്കിലുള്ള ക്യാമറ വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വണ്ടി ഓണാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ റെക്കോർഡിങ്ങും സ്റ്റാർട്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം, വെൽക്കം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും വണ്ടി ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെക്കോർഡിങ് അവിടെ സ്റ്റാർട്ടാവും. അതേപോലെ തന്നെ ഞാനിപ്പോൾ വണ്ടി ഓഫാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, വണ്ടി ഓഫാക്കിയിട്ടുണ്ട് ഇപ്പം. ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡേ വിഷനിലുള്ള ക്യാമറേൻ്റെ ക്വാളിറ്റി വരുന്നത്. അപ്പോൾ ഇത് 4K ആണ് ഫ്രണ്ട് വരുന്നത്. അപ്പം ഡേ വിഷനിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും അത്രയും ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു ക്വാളിറ്റിയിലുണ്ട് നമുക്ക്. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നമുക്ക് നൈറ്റ് വിഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്യാമറ ക്വാളിറ്റി അത്ര പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നൈറ്റ് വിഷൻസ് ക്യാമറാസ് എന്ന് പറയുമ്പോൾ അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് സറൗണ്ടിങ് ഏരിയാസെല്ലാം കിട്ടേണ്ടതല്ലേ. പക്ഷേങ്കിൽ സറൗണ്ടിങ്സിൽ നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി പ്രോപ്പർലി കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് വെളിച്ചം ഇല്ലാത്ത സമയത്ത് നിങ്ങളൊരു ഡാർക്കായിട്ടുള്ളൊരു ഏരിയയിൽ കൊണ്ട് നിർത്തുന്നതാണെങ്കിൽ വളരെ കുറവാണ് ക്ലാരിറ്റി വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു റേഞ്ചിൽ തന്നെ കുറച്ചും കൂടി അത്യാവശ്യം നല്ല ക്വാളിറ്റീസുള്ള ക്യാമറാസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ക്യൂബോൻ്റെ എല്ലാം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ട് കുറച്ചും കൂടി ബെറ്ററാണ് ക്യൂബിൻ്റെ ക്യാമറ എന്ന് തോന്നുന്നു നൈറ്റ് വിഷൻ്റെ കേസിൽ. അപ്പം അത്യാവശ്യം നമ്മളെ വർക്ക് കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും. പക്ഷേങ്കിൽ നൈറ്റ് വിഷൻ്റെ കേസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം നിങ്ങളിപ്പം ഓരോ ഷോപ്പിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ പലതും പറയും, നല്ലത് അടിപൊളിയാണെന്ന് സൂപ്പറാണെന്നെല്ലാം പറയും. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി അതൊന്ന് കൺഫേം ചെയ്ത് ഇതേപോലത്തെ വീഡിയോസ് യൂട്യൂബിലുള്ള വീഡിയോസ് അവർ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം പക്ഷേ ഈ ബ്രാൻഡിൻ്റെ അത്രയും കണ്ടെത്തില്ല, ഒരുപാട് വീഡിയോസൊന്നും യൂട്യൂബിലില്ല. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് പറഞ്ഞിട്ടാണ് എടുത്തത്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി കൺഫേം ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നൈറ്റ് വിഷനിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത്യാവശ്യം ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് ബ്രാൻഡാണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഏത് ഫ്ലിപ്കാർട്ടിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സാധനം
വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വേ ചാനലും അതേപോലെ തന്നെ 3 വേ ചാനലും അവൈലബിൾ ആണ്. 3 വേ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഇൻസൈഡ് നമ്മളെ ഇരിക്കുന്ന ഒരു പോർഷൻ കൂടി റെക്കോർഡിങ് കിട്ടുന്ന രീതിയിലുള്ളത് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ 10 സംതിങ് റേഞ്ചിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ആമസോണിലെല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡാഷ് ക്യാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് നോക്കണം, ഇത് ക്യാമറ ക്വാളിറ്റി ഒന്നും കൂടി നന്നായിട്ട് കൺഫേം ചെയ്യണം. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗോ ലുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട്. ആ ആപ്പ് വഴിയാണ് നമുക്ക് റെക്കോർഡിങ്സ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്കാണ് വരിക. അപ്പോൾ നമ്മൾ ഡിവൈസ് ആദ്യം വൈഫൈ വെച്ചിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇതിനൊരു വൈഫൈ ഉണ്ട് ഈ ഡിവൈസിന്. ആ വൈഫൈയിലേക്ക് നമ്മുടെ ഫോൺ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം മെമ്മറി കാർഡിലുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ആപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഞാൻ അങ്ങനെ എടുത്തതാണ്. ഞാൻ മുന്നേ ട്രാവൽ ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്